പച്ചപ്പപ്പായയും ചെറുപയർ തോരനും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: പച്ചപ്പപ്പായ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ചെറുപയർ കുതിർത്ത് വേവിച്ചത്, തേങ്ങ ചിരകിയത് ആവശ്യത്തിന്, കടുക്, ചെറിയ ജീരകം, പിന്നെ വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. അപ്പോൾ ഇത് ഇത്രയും റെഡിയായിട്ട് ഇവിടെ ഉണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടുകും ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ. കടുകും ജീരകവും പൊട്ടി വന്നതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം, കരിഞ്ഞു പോകരുത്. ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊന്ന് വാടി വന്നിട്ടുണ്ട്, കൂടെ തന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇട്ട് കൊടുക്കാം. ഓമയ്ക്കയുടെ കൂടെ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ ഓമയ്ക്കയിൽ നല്ല ജലാംശമുള്ള ഒരു പച്ചക്കറിയാണ് കേട്ടോ. പച്ചക്കറിയെന്നോ ഫ്രൂട്ടെന്നോ ഒക്കെ വിളിക്കാം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. തീ വളരെ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിത് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഓമയ്ക്ക ഹാഫ് വെന്തിട്ടുണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് തേങ്ങ ചേർത്ത് കൊടുത്തതിലേക്ക് ചെറുപയറും ചേർത്തിട്ടുണ്ട്. ചെറുപയറിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. അതിൽ തന്നെ തീ ഞാൻ ഓഫ് ചെയ്യാണ് കേട്ടോ. ആ ചെറിയ ചൂടിലിരുന്ന് തന്നെ അതങ്ങ് സെറ്റായിക്കോളുവേ. നമ്മുടെ തോരനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ആവിയിലിരുന്ന് അതിൻ്റെ വെള്ളമൊക്കെ തോർന്ന് നന്നായിട്ടായിട്ടുണ്ട് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓമയ്ക്കായും ചെറുപയറും തോരൻ. അപ്പോൾ എന്നും ഈ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചക്കറികളൊക്കെ കഴിച്ച് മടുത്തു. അപ്പോൾ ഒരു വെറൈറ്റി ഒക്കെ ഒന്ന് പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ തോരനായപ്പോഴത്തേന് എനിക്ക് ചോറ് കഴിക്കാൻ പെട്ടെന്നൊരു കൊതി തോന്നി കേട്ടോ. കാരണം ഓമയ്ക്ക തോരൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കഴിക്കുന്നത്. അപ്പോൾ അത് ആ ചോറിന് വലിയ കറികളൊന്നുമില്ല. ചോറിന് ഇന്ന് ഓമയ്ക്കായും ചെറുപയറും കൂടെ ഇപ്പോൾ വെച്ച് തോരനുണ്ട്. പിന്നെ പപ്പടം, അതിൻ്റെ കൂടെ മീൻ, ഉണക്കമീനാണ് കേട്ടോ. ചാമ്പയ്ക്ക ഉപ്പിലിട്ടത്, പിന്നെ രസം ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ കഷ്ണം ചിക്കൻ വറുത്തത്.